തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ രാമപുര ആന ക്യാമ്പിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. എം കമൽ അവിടെ നിന്നും തത്സമയം ചേരുകയാണ്. കമൽ, ഈ തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴത്തേക്ക് പൂർത്തീകരിക്കും? എപ്പോൾ എന്താണ് തണ്ണീർക്കൊമ്പന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് സംബന്ധിച്ച ഒരു പ്രാഥമിക വിവരം എപ്പോൾ ലഭിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? അഞ്ജിത, പോസ്റ്റ്മോർട്ടം നടപടികൾ 11 മണിയോടെ തുടങ്ങി എന്നൊരു വിവരം മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. എന്തായാലും ഇത് പൂർത്തിയാകുന്നതോടെ അല്പസമയത്തിനകം തന്നെ നമുക്ക് പ്രാഥമികമായ വിവരങ്ങളെങ്കിലും ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഇത് ടൈഗർ റിസർവിനകത്തുള്ള ഒരു ആന ക്യാമ്പിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ഫോണുകൾക്കൊന്നും റേഞ്ചില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരല്ലാതെ മറ്റാർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. കേരള അതിർത്തിയിൽ നിന്ന് മൈസൂർ ദേശീയപാതയിൽ വരുമ്പോൾ ദേശീയപാതയിൽ നിന്ന് ഫോറസ്റ്റ് റോഡിലൂടെ ഉള്ളിലേക്ക് പോയിട്ടാണ് ഈ ക്യാമ്പ്. നമ്മൾ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചതാണ്. പക്ഷേ ആ ഗേറ്റിൽ തന്നെ കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാവരെയും തടഞ്ഞു. കേരളത്തിന്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് അങ്ങോട്ട് പ്രവേശനം അനുവദിച്ചത്. വയനാട്ടിൽ നിന്നുള്ള 2 DFOമാരും ദൗത്യ സംഘത്തിലെ അംഗങ്ങളും രാവിലെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കർണാടക വനംവകുപ്പ് ഇത് സംബന്ധിച്ച ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുമെന്നും കരുതുന്നുണ്ട്. അത് ലഭിച്ചാലും നമുക്ക് ആ വിവരങ്ങൾ ലഭ്യമാകും. ഇന്നലെ രാത്രി കേരളത്തിലെ വനംവകുപ്പ് സംഘവും ഈ ക്യാമ്പിലേക്ക് ആനയോടൊപ്പം എത്തിയിരുന്നു. അവിടെ നിന്ന് ഈ ലോറിയിൽ നിന്ന് ഇറക്കുമ്പോഴാണ് ആന കുഴഞ്ഞു വീണതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടെങ്കിലും വന്നാലാണ് നമുക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുക. ശരി, കമലാണ് ബന്ദിപ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.